നമ്മൾ അടുത്ത അവാർഡ്സിലേക്ക് കടക്കുകയാണ്. നെക്സ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ മലയാളം. നമുക്ക് നോമിനേഷൻസ് ആരൊക്കെയാണെന്ന് കണ്ടു നോക്കാം. Basil Joseph for Jaya 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 Hey, Kunchako Boba for Nathan Keskode, Mammootty for Bhishma Parvam and Roshan, Nivin Pauly for Padavittu, Prithviraj Sukumara for Janagana Mana, Tovino Thomas for Tallumala. To do the honors, let's call on stage the legendary director Kabir Khan. And Mr. Shashank Srivastava, Senior Executive Officer, Marketing and Sales, Maruti Suzuki, India. Good evening once again. It's been a fantastic evening at the SIMA 2023. My congratulations to all the winners so far in all the categories. And my special compliments to Vishnu and Brinda for making this show so successful. In fact, with their efforts, this has become the #1 event as far as South India cinema is concerned, awards function is concerned. Nexa, obviously we are very happy to be associated with SIMA. Our core values are exactly the same. The core values of Nexa are inspire and create. We bring global automotive experience to our consumers. SIMA does that. It honors and awards it honors and awards all the people from the South Indian cinema fraternity. And these in turn inspire millions of people and make all us Indians proud. So I'm very happy to announce the award for the best actor. For that I request Kabir ji. Good evening. And the award for the best actor Malayalam goes to Tovino Thomas for Tallumala. ഇന്ന് ടൊവിനോയ്ക്ക് ഇവിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബേസിലിനോട് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായി അഭ്യർത്ഥിക്കുന്നു. ബേസിൽ പ്ലീസ്. അപ്പോൾ ബേസിലേട്ടാ ടോവിയുടെ ഈ പടത്തിന്റെ കുറിച്ചിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം തരാം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള എവല്യൂഷൻ ശരിക്കും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഗോദയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഇൻഡിവിജ്വൽ ഹിറ്റ് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ തല്ലുമാലയും 2018 ഒക്കെ ആയി നിൽക്കുന്ന ടോവിയെ കുറിച്ച് എന്താണ് ബേസിലിന് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ പറയുന്ന ടൊവിനോയുടെ ബിഹാഫിൽ ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ സാധിച്ചതിൽ. ഇൻഫാക്ട് എനിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. എന്നാൽ പോലും ഇവിടെ വന്ന് മേടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ടൊവിനോയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഒരു ഇഞ്ചുറി പറ്റി. അങ്ങനെ ഇപ്പോൾ നടികർ തിലക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് കുറച്ച് ദിവസം ബെഡ് റെസ്റ്റാണ്. കാലൊന്നും അനക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് എനിക്ക് പറഞ്ഞേൽപ്പിച്ച് വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. സോ ടൊവിനോയുടെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. ലൈക്ക് ഗോദ, ഞങ്ങളെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ സിനിമയിൽ നിന്ന് ഒരുമിച്ച് ഇവോൾവായി ഇങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ടൊവിനോ, ഗോദ വന്നു, അതിനുശേഷം തീവണ്ടി വന്നു, മിന്നൽ മുരളി വരുന്നു, പിന്നെ അതിനുശേഷം 2018 വരുന്നു, തല്ലുമാല വരുന്നു. ലൈക്ക് ഇറ്റ്സ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി റൈറ്റ് നൗ. സോ അതൊരു വലിയ ഗ്രോത്ത് ആണ്. ഈ പറയുന്ന ലൈക്ക് 2017-16 സമയത്തുനിന്ന് ഇപ്പോൾ ഈ 2023 വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കുന്നു. തല്ലുമാല പോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പോൾ തല്ലുമാലയിലെ പെർഫോമൻസ് തന്നെ അങ്ങനത്തെ ഒരു സിനിമയിൽ എന്താ പറയുക, നമുക്കതിൽ ടൊവിനോനെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് അതിലെ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാ സിനിമയിലും അദ്ദേഹം ക്യാരക്ടറായിട്ട് ഇവോൾവായി കുറച്ചുകൂടെ എല്ലാ സിനിമയ്ക്കും അത്ര എഫേർട്ട് ഇടുന്നുണ്ട് ആസ് ആൻ ആക്ടർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്നതും കൂടെ ആയതുകൊണ്ട് ഈ പറയുന്ന ഗോദയിലുണ്ടായിരുന്ന ടൊവിനോ അല്ല മിന്നൽ മുരളിയിൽ അഭിനയിക്കാൻ വരുമ്പോൾ അതേ ടൊവിനോ അല്ല ഇപ്പോൾ 2018 അല്ലെങ്കിൽ ഇപ്പോൾ തല്ലുമാലയിലൊക്കെ കാണുമ്പോൾ ഉള്ള ടൊവിനോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആസ് ആൻ ആക്ടർ ഭയങ്കര എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ടൊവിനോയ്ക്കുള്ള ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ചോദിക്കട്ടെ, വെൻ ക്യാൻ വി സീ മിന്നൽ മുരളി 2?
കുറച്ച് സമയമെടുക്കും. അതെ, പക്ഷെ അതെന്തായാലും ഉണ്ടാവും. ഉണ്ടാവും. എന്തായാലും മിന്നൽ മുരളി 2 വുഡ് കം. തീർച്ചയായിട്ടും വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൗഹൃദം, ഈ ഒരു സക്സസ് അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ സക്സസ് സിനിമകളെ പോലെ തന്നെ നിങ്ങളുടെ സൗഹൃദപരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലത്തെ വൈറൽ കണ്ടന്റുകളായിട്ട് ഞങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യുന്നു. പരസ്യമായിട്ട് തന്നെ അപമാനിക്കാൻ വേണ്ടി നടക്കുന്ന. അതെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബർത്ത്ഡേസിന് നമ്മൾ കണ്ണും തട്ട് കാത്തിരിക്കാണ്ട് പല ഫോട്ടോസും റിവീൽ ആവുന്ന ദിവസമാണ് അതൊക്കെ. എന്തായാലും ഒരുപാട് നന്ദി ബേസിലേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ joining and please pass our congratulations to Tovino. പിന്നെ ഒപ്പം തന്നെ get well soon. അദ്ദേഹം ഒരു ചെറിയ ഇഞ്ചുറിയിലാണെന്ന് അറിഞ്ഞാൽ വിഷമമുണ്ട്, ഇവിടെ ഇരുത്താൻ പറ്റാത്തതിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. We miss you so much. Thank you so much Basilera. Thank you. So great round of applause for Kabir sir on behalf of Tovino. വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്, സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡുകളാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാനും സ്പെഷ്യൽ അല്ലേ? ആ ഫ്ലോ അങ്ങ് പോയി. കാര്യമായിട്ട് വന്നായിരുന്നു. നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു? സ്പെഷ്യൽ. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജൂറി അവാർഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കാനുണ്ട്. Yes, and to present this award, I would like to invite onto the stage Lakshmi Manju and Mr. Swapna Kumar, Managing Director, Honor Homes. The special jury award goes to Basil Joseph for Jaya 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 Hey! ഒരു സംവിധായകനായും ഒരു നടനായും ഒരുപോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ബേസിൽ ജോസഫ്. ഹലോ ദുബായ്, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം. ഞാൻ ഒരു സംവിധായകനായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ഇപ്പോൾ നടനായിട്ട് അവാർഡ് കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ലൈക്ക് സൈമയിൽ കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുപോലെ. അല്ല, ഇത് സൈമയിൽ നിങ്ങളുടെ ഒരു സ്ഥിര അറ്റൻഡൻസ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 9 കൊല്ലം നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഒരു അവാർഡ് വാങ്ങുക എന്നുള്ളത്. അല്ല, സംവിധായകനായിട്ടാണ് വന്നത്, പിന്നെ നടനായി എന്ന് പറയുന്നതിനേക്കാൾ ബേസിൽ സ്പെഷ്യൽ ജൂറി കൊടുക്കാന്നുള്ള കാരണം എന്താ പറയുക, ഒരു സ്പെഷ്യൽ അവാർഡാണിത്. പൊതുവേ ആളുകൾ വലിയ സ്റ്റാറുകളാവുക മറ്റാൾക്കാരെ തല്ലിയിട്ടാണ്. ഒരു നായകൻ ഉള്ള ആൾക്കാരെയൊക്കെ ഇട്ട് തല്ലിയിട്ടാണ് സൂപ്പർ സ്റ്റാർ ആവുക. ഇത് ഉള്ള തല്ല് മുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ട് സൂപ്പർ സ്റ്റാർ ആവുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇത്രയും തല്ല് മേടിച്ച സ്ഥിതിക്ക് ഒരു സ്പെഷ്യൽ അവാർഡ്. ബേസിലായിട്ട് ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ ദർശനയുടെ ആ ഫേമസ് സ്റ്റണ്ട് സീൻ, ആ കരാട്ടെ സീക്വൻസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന ആ സീക്വൻസിന്റെ സമയത്താണ് താഴെ ഡിസ്ക്ലെയിമർ ഉള്ളത്, പെണ്ണുങ്ങൾക്കെതിരെയുള്ള ആക്രമണം കുറ്റാവശ്യമാണെന്നുള്ളത്. ആ ഒരു ഡിസ്ക്ലെയിമർ ഒരു ആണിന് തല്ല് കിട്ടുമ്പോഴാണ് അവിടെ വരുന്നത്. ആ ഒരു സംഭവത്തിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? ഡിസ്ക്ലെയിമർ ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. തിരിച്ചു പോയി നോക്കിയ ഒരു സംവിധായകൻ നിലയ്ക്ക് താങ്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അറിഞ്ഞില്ല, ഇപ്പൊ തന്നെ പോയിട്ട് ഫ്രെയിം മാറ്റിയിടാൻ. ഇത്രയും ഞാൻ അടി കൊണ്ട് അക്കൂരത്തിന്റെ അടിയിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്കത് പറയാൻ തോന്നുന്നത്? അപ്പൊ ഇനി എന്തൊക്കെയാണ് പരിപാടികൾ? ഇല്ല, അഭിനയിക്കുന്ന 1-2 കുറച്ച് സിനിമകളുണ്ട്. പക്ഷെ സംവിധാനം ചെയ്യാനാണ് എൻ്റെ, അതിലാണ് ഹരം. അത് എന്നെങ്കിലും ഒരു ദിവസം സംവിധാനം ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന രീതിയിൽ അവാർഡ് മേടിക്കാൻ ഇവിടെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ സൈഡിൽ നമ്മുടെ എന്താ പറയാ നായകന് തല്ലു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചെറിയ മനസ്സ് ഇവിടെ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഇവിടെ വരുന്ന ഇപ്പൊ നേരത്തെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ വന്നപ്പോ നമ്മൾ അവരെ കൊണ്ട് 2 വരി പാടൂ എന്ന് പറഞ്ഞു. അപ്പൊ ബേസിൽ വന്നപ്പോ ഞാൻ 2 കരാട്ടെ സ്റ്റെപ്പ് കാണിക്കുക, എന്ത് ചെയ്യാൻ പറയാ? അരുത് രാമൻകുട്ടി. ദർശനം അവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ വിളിച്ച് കയറ്റിയതാണ്. ദർശനയ്ക്കാണെങ്കിൽ താല്പര്യം കൂടുതലായിരിക്കും. ദർശനയ്ക്ക് ഒരു ടൈമിങ്ങും ഇല്ല. ദർശനയുടെ ഇന്ന് ചവിട്ടി ഇട്ടിട്ട് 2 സ്റ്റിച്ചിട്ട് ആശുപത്രി കിടന്നാണ് ഞാൻ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ. കൺഗ്രാറ്റുലേഷൻ ബേസിൽ. താങ്ക് യു സോ മച്ച്. ഇന്ന് സൈമയാണെങ്കിൽ നാളെ അതൊരു ഓസ്കർ ആവട്ടെ. ഒരു ടീമിൽ പാട്ട് കൂടി പാടിട്ട് പോയല്ലേ? അതിന് വേണ്ടിട്ട് ഞാൻ വേറൊരു പരിപാടിയായിട്ട് വരാം, മ്യൂസിക് കൺസേർട്ട്. അപ്പോൾ ഒരു നന്ദി പറഞ്ഞോട്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നു, അത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മൈ കോ ആക്ടർ ദർശനയ്ക്കും പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ വിപിൻ ചേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും നന്ദി.
ഓൾസോ പ്രേക്ഷകരായ നിങ്ങൾ ഈ സിനിമ ഏറ്റെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച് സൈമ. വീണ്ടും എല്ലാ കൊല്ലം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവാർഡൊക്കെ ആയിട്ട് ഇവിടെ വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ നാവ് കരുനാക്കാണ്, ഓസ്കറായി മാറട്ടെ അധികം വൈകാതെ. അന്നേരം നമുക്കൊന്ന് Thank you. Big hands for Basil Joseph. താങ്ക് യു സോ മച്ച്.